നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് മനസ്സറിഞ്ഞ് സന്തോഷിക്കുക അല്ലെങ്കിൽ ചിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ആ ഒരു ജോലി ഭാരവും സ്ട്രെസ്സും ഒക്കെ തന്നെയാണ്. എന്നാൽ തന്നെ ജീവിതം ചിരിയിലേക്ക് അർപ്പിച്ച ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചിരി കൊണ്ട് ജീവിതം മാറ്റിമറിച്ച വ്യക്തി. പരിചയപ്പെടാം നമുക്ക് ആ വിശിഷ്ട വ്യക്തിയെ. ഹായ്. ഇങ്ങനെ 4 മണിക്കൂർ 1 മിനിറ്റ് 14 സെക്കൻഡ് കണ്ടിന്യൂസ് ചിരിക്കുകയും കണ്ടിന്യൂസ് വിവിധ തരം ലാഫ്റ്റർ യോഗ ചെയ്യുകയും ചെയ്തിട്ടാണ് ഞാൻ ലോക റെക്കോർഡ് എടുത്തിരിക്കുന്നത്. സാറിന്റെ പേര്. സാർ ഒരു യോഗ ക്ലാസ് തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. വെറും യോഗ എന്ന് പറയാൻ പറ്റത്തില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ സാറ് തന്നെ നമ്മളോട് ഇപ്പൊ പറഞ്ഞുതരും. ഇത് 1995 ഡോക്ടർ മദൻ ഖഡാരിയ MBBS ഡോക്ടറാണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്തതാണ്. 4 പേരെ വെച്ച് തുടങ്ങിയ അദ്ദേഹം 4 കൂട്ടുകാരും ഒക്കെ കൂടി തുടങ്ങിയ സംരംഭം ഇന്ന് 120 രാജ്യങ്ങളിലായിട്ട് 15 കോടിയോളം ആൾക്കാർ ചെയ്യുന്ന ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് ലാഫ്റ്റർ യോഗ. അതെ, ഇത് വേൾഡ് വൈഡ് പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഒരു ഹായ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ORG അടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് ലിങ്ക്. അപ്പോൾ നിങ്ങളൊരു ഹായ് അടിച്ചാലും ഞാൻ ലിങ്ക് ഇട്ട് തരാം. ലാഫ്റ്റർ യോഗയെ കുറിച്ച് എന്തറിയാനും നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. താങ്ക് യു. ലാഫ്റ്റർ യോഗയുടെ ആ ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക യോഗ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രസന്റ് ചെയ്യാം. നമ്മളെ ഈ ആദ്യത്തെ ലാഫാണ് നമസ്തേ ലാഫ്. ഞാനും നിങ്ങളും ഒന്നാണെന്നും നടു നിർത്തിപ്പിടിച്ചേച്ച് കണ്ണ് നോക്കി നോക്കി ചിരിക്കുക, കൈ കൊടുത്തിരിക്കുക, 2 കൈയും കൊടുത്തിരിക്കുക. പിന്നെ ലേഡീസും ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ ഹഗ് ചെയ്ത് ചിരിക്കും. ഹഗ് എങ്ങനെയാ വെച്ചാൽ എൻ്റെ ഹൃദയവും താങ്കളുടെ ഹൃദയവും ഒന്നാണെന്നും 20 സെക്കൻഡോളം നമ്മൾ സന്തോഷത്തോടു കൂടി ഈ ഹഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ വലിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്നാ വെച്ചാൽ ഈ നമസ്തേക്കകത്ത് നമുക്ക് ബ്രീത്ത് കൊടുക്കാൻ പറ്റും. ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഈ ലവിനകത്ത് നമുക്ക് ബ്രീത്ത് കൊടുക്കാൻ പറ്റും. കൈ ഇങ്ങനെ പിടിക്കുക, നന്നായി ശ്വാസം എടുക്കുക, താമരമൊട്ട് മാറി വരിക, താമരമൊട്ട് വിരിയാണ്. ഇത് ലോട്ടസ് ലവ്. കൈ ഇങ്ങനെ പിടിക്കുക, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഇത് നമുക്ക് പ്രായം പ്രശ്നമല്ല, ICUവിനകത്തടക്കം ചെയ്യാം. പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഹോസ്പിറ്റലിനകത്ത് ഞാനടക്കം ഹോസ്പിറ്റലിനകത്ത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് 100% അത് നോ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സംഭവം. പിന്നെ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാമെന്ന് വെച്ചാൽ പ്രഗ്നൻസിയിലോ ഹെർണിയ ഉള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ നിർത്താൻ പറ്റും. പിന്നെ ഈ പറയുന്നത് തന്നെ 4 മണിക്കൂർ 1 മിനിറ്റ് 14 സെക്കൻഡ് ഒന്നും ഇനി ഞാൻ ചെയ്തത് മറ്റുള്ളവർ അനുകരിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അത് ശാസ്ത്രീയമായി തെറ്റാണ്. അത് വെച്ചാൽ പരിശീലനത്തോടു കൂടിയാണ്. ഞാൻ 11 വർഷമായി മേഖലയിൽ. ഒന്നാമത് കോവിഡ് ആയത് കാരണം വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ആദ്യം നമ്മൾ 1 മണിക്കൂർ ചിരിച്ചു, പിന്നെ 2 മണിക്കൂർ ചിരിച്ചു, 3 മണിക്കൂർ ചിരിച്ചു, 4 മണിക്കൂർ, 5 മണിക്കൂർ നേരം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ തട്ടേ കയറിയത്. ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് പൊതു സദസ്സിൽ വെച്ചാണ് നമ്മൾ ചെയ്തത്. വെള്ളം കുടിക്കാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 5 മണിക്കൂർ. ഇതിന് മുമ്പത്തെ റെക്കോർഡ് 3:47 ആയിരുന്നു. പിന്നെ 4 കവിഞ്ഞു, 5 വരെ പ്രാക്ടീസ് ചെയ്താണ് തട്ടേ കയറിയത്. പിന്നെ സ്റ്റേജും ഒഴിവാക്കി കൊടുക്കേണ്ടതായതുകൊണ്ട് ആ 4 മണിക്കൂർ 1 മിനിറ്റ് 14 സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്തു നോക്കും. പല പ്രഗത്ഭരായ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് ചിരി കണ്ടിട്ട് നമ്മളെ ക്യാൻസർ മാറിയിട്ടുള്ള കേസിൽ. ചിരി കണ്ടാലും ബ്രെയിൻ ഇനിയിപ്പോൾ ചിരി കാണുകയും ചെയ്തില്ല, ചിരിച്ചുമില്ല വിചാരിച്ചോളൂ. ചിരിക്കുന്ന കാര്യം ഇങ്ങനെ വെറുതെ
ഫേസ് ഇങ്ങനെ കാണിച്ചാൽ ഒരു കമ്പോ അല്ലെങ്കിൽ വടിയോ പെൻസിലോ എടുത്തിട്ട് വെറുതെ വായിക്കകത്ത് വട്ടം വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ബ്രെയിൻ ഈ സ്മൈൽ മസിൽ എന്ന് പറയുന്നത് ബ്രെയിൻ പറയും ഹാപ്പിയാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ വലിയ ടെൻഷനുള്ള ആളാണ് ഒരു കമ്പ് വടിയോ പെൻസിലോ പെന്നോ എടുത്ത് വെറുതെ വായിക്കകത്ത് വട്ടം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ബ്രെയിൻ പറയും ഹാപ്പിയാണെന്ന്. ഇതൊക്കെ 400ഓളം സ്റ്റഡീസ് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ആചാര്യം എന്ന് പറഞ്ഞാലും ലാഫിൽ ഡോക്ടറേറ്റ് എടുത്ത ആളല്ല, MBBS ഡോക്ടറായിട്ടുള്ള ഒരാളാണ് മദൻ കടാരി പഞ്ചാബി ആയിട്ടുള്ള അദ്ദേഹം ഈ ഇതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സാർ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം പറഞ്ഞാൽ എന്നെ ചിറ്റിലപ്പള്ളിയാണ് ഇതിലേക്ക് കൊടുന്നത്. പക്ഷേ പിന്നെ ഞാൻ ഭയങ്കര സ്ട്രെസ്സുള്ള ആളായിരുന്നു. നിപ്പ ചൂടാവുമായിരുന്നു. ഇപ്പം ചൂടാവുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് കിട്ടി അതാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതാണ് എന്നെ കൊണ്ട് ഞാൻ 500 പേരെ അറിയുന്ന ഒരു ടൈലറിങ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഇന്ന് ലോകം മുഴുവൻ അറിയാവുന്ന ആളിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് ഈ ചിരിയിലൂടെയാണ്. ഒരു 5 മുതൽ 10 വരെ ഫോൺ കോള് എന്നെ വിളിക്കാറുണ്ട് ആൾക്കാർ. വലിയ ടെൻഷൻ അടിച്ചുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എന്നെ കാണാനൊക്കെ കൊണ്ട് എൻ്റെ കടയിൽ വരാറുണ്ട്. സെൽഫി എവിടെ പോയാലും സെൽഫി എടുക്കാൻ ആൾക്കാർ വരാറുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇത് ഞാൻ എന്നെ ഹൃദയത്തിൽ കൊണ്ടു കിടക്കുകയാണ്. ഉപജീവനമാർഗം ടൈലറിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചു നേരം സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേ ഞാനും ഇത് ഭയങ്കര എനർജി ഓറ പറഞ്ഞാല് ഇത് നമ്മൾ ഫോണിലൂടെ സംസാരിച്ച പോലെ എനർജി ഓറ പാസ് ചെയ്യും. എനിക്ക് വല്ല പുസ്തകം നോക്കിയിട്ടൊന്നുമല്ല, എനിക്ക് അതിൻ്റെ അനുഭവം ശരിക്കും കിട്ടിയോണ്ടാണ് പറയുന്നത്. ഈ എനർജി ഓറ ഭയങ്കര നമ്മളറിയില്ല ആ എനർജി ഓറയുടെ എഫക്റ്റ് എന്താണെന്ന്. ഞാൻ എൻ്റെ ക്ലാസ് എടുത്തു കഴിയണമത്ത് ക്ലാസ്സിന് മുമ്പ് ഞാൻ മിക്ക സദസ്സുകളും പറയിച്ചാലും എൻ്റെ ക്ലാസ്സിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു സെൽഫി എടുത്തോളാൻ പറയും. ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് 1 hour ക്ലാസ് എടുത്തു കഴിയുമ്പോൾ അപ്പോൾ അതിന് ശേഷം ഒരു സെൽഫി എടുക്കാൻ പറയും. 2 സെൽഫിയും കൂടി ആ സെൽഫിക്ക് അകത്ത് തന്നെ അപ്പോൾ എനിക്ക് മാറ്റം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. 100% മാറ്റം ഉണ്ടാകും, അത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഈ ഒരു സദസ്സിലേക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത സദസ്സിലേക്ക് ആ സദസ്സിൽ നിന്ന് തന്നെ ഒരാളെന്നെ അടുത്ത സദസ്സിലേക്ക് വിളിച്ചിരിക്കും. തീർച്ചയായിട്ടും അത് ഞാൻ ഉറപ്പ് വരുന്നു. എന്നെ അത് ഞാൻ ഈ ഓൺ ദി സ്പോട്ട്. ഇപ്പം ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുകയല്ല ചെയ്യേണ്ടത്, എന്നോടൊപ്പം ഞാൻ പറയുന്ന ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ വെറുതെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ അത്ര എഫക്റ്റ് കിട്ടില്ല. ഞാൻ പറയുന്ന ഓരോ ആക്ടിവിറ്റിയും നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ 1 മണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഷുഗർ ആണെങ്കിൽ പോലും ഷുഗർ അത് നടന്നാൽ പോലും കൺട്രോളിൽ വരില്ലായിരുന്നു. ഇപ്പോൾ മരുന്ന് കഴിച്ചാലും കൺട്രോളിൽ വരുമായിരുന്നു. അപ്പോൾ അത് കൺട്രോളിൽ വരാൻ സാധിച്ചു. ഇപ്പോൾ എൻ്റെ കയ്യൊക്കെ മുറിവായപ്പോലും ഉണങ്ങാതിരിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടാവാറില്ല. അതേമാതിരി കണ്ണാട ഞാൻ വെച്ചിട്ടില്ല, ഡൈ അടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് കിട്ടിയ മാതിരി എനിക്കൊരു എഫക്റ്റ് എന്തോ എനിക്ക് കിട്ടിയ മാതിരി ഒരു എഫക്റ്റ് ഉണ്ട്. എന്റെ മുടി ഒന്നും നരച്ചിട്ടില്ല, അതൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ആയുസ് ഒന്ന് എനിക്ക് പറയാൻ പറ്റും, നിങ്ങളെ ആയുസ് 10 വർഷം കൂട്ടാൻ പറ്റും. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണ്ട. അത് ഈ 2 കാര്യം ഞാൻ പറയാം. ഒന്ന് ബ്യൂട്ടി പാർലറെ ബുദ്ധിമുട്ടിക്കാൻ പറയല്ല. എന്നുവെച്ചാൽ നമ്മൾ അറിയാത്തൊരു സൗന്ദര്യം നമുക്കുണ്ടാവും. അതിൽ ഞാൻ വലിയ ഗ്ലാമർ അല്ലെങ്കിൽ പോലും എൻ്റെ ഏത് ഫോട്ടോ എടുത്താലും നല്ല ഗ്ലാമറായിട്ട്. അതെ തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ആ സൗന്ദര്യം വർദ്ധിക്കും, അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, ഇത് 1 മീറ്റർ ലാഫ് എന്ന് പറയും. ഫസ്റ്റ് കൈ ഇവിടെ വയ്ക്കുക, 2ാമത്തെ കൈ ഇവിടെ വയ്ക്കുക, 3ാമത്തെ കട വയ്ക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ചിരിക്കുക. ഇത് ലാഫ്റ്റർ യോഗ പറഞ്ഞാൽ ക്യാമറയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ലാഫാണ് ഈ 1 മീറ്റർ ലാഫ്. പിന്നെ നമ്മൾ ജനറേറ്റർ ഇല്ലേ, ജനറേറ്റർ എടുക്കുക, ജനറേറ്റർ വലിക്കുക 3 പ്രാവശ്യം. എന്താണ് ലോകത്ത് തന്നെ ജയിലിനകത്ത് ക്ലാസ് എടുത്തിട്ടുള്ള
ആള് മിക്കവാറും ഞാനായിരിക്കും എന്നാണ് തോന്നുന്നു. ആദ്യമായിട്ട് ജയിലിനകത്ത് കാക്കനാട് ജയിലിൽ ഞാൻ 2 തവണ ലാഫിംഗ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ജയിലിനകത്ത് ലാഫിംഗ് ക്ലബ് എടുത്തിട്ടുള്ള ചിലപ്പോൾ ഞാനായിരിക്കും. അതൊക്കെ ഈ അവാർഡിനൊക്കെ മുമ്പാണ് കേട്ടോ. 2 അവാർഡാണ് മെയിൻലി കിട്ടിയത്. അതെ അതെ, ഇത് രണ്ടും കിട്ടിയത് 4 മണിക്കൂറുള്ള അതെ കണ്ടിന്യൂസ്. അതെ 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 അതെ. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് കിട്ടുന്നതാണ് ഏഷ്യൻ റെക്കോർഡും ഇന്ത്യൻ റെക്കോർഡും. ഒരു റെക്കോർഡ് കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ എല്ലാ റെക്കോർഡും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു റെക്കോർഡ് എടുത്താൽ മാത്രം അതിൻ്റെ കൂടെ മറ്റുള്ള റെക്കോർഡുകൾ അതിൻ്റെ കൂടെ പോയി. രാവിലെയാണ് നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാലേ ഗുഡ് മോർണിംഗ്. ഞാൻ വന്നില്ല. അപ്പം സാറിന്റെ കൂട്ടത്തിൽ ചിരിക്കാനായിട്ട് ഞാനും ആക്ടിവിറ്റീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഫോർ എവരിബഡി. അത് മോർണിംഗ്. വൈകിട്ടാണെങ്കിൽ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇതിന് താളം പറഞ്ഞോ 1 2 1 2 3 1 2 1 2 3. ചിരി ആഡ് ചെയ്യുമ്പോ ഹൂ ഹൂ ഹാ 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 ഹൂ ഹൂ ഹാ ഹാ ഹാ. ഡാൻസ് ആഡ് ചെയ്യുമ്പോ ഹൂ ഹൂ ഹാ 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 ഹൂ ഹൂ ഹാ 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 ഹൂ ഹൂ ഹാ 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 ഹൂ ഹൂ ഹാ ഹാ ഹാ. ഇപ്പൊ നമ്മൾ ഡാൻസായി ചിരിയായി ഇതൊക്കെ ഇല്ല ഇല്ല. ഇത് യോഗയിലെ സിംഹമുദ്ര എന്നുള്ള അടുത്താണ്. ഇത് തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കും. ഒക്കെ ഇത് നാവും മുഴുവൻ പുറത്തിട്ടിട്ട് ഗർജിക്കുക. യോഗയിലെ സിംഹമുദ്ര എന്നുള്ള നിർത്താം. യോഗ തന്നെയാണ്, പക്ഷെ കുറച്ച് വെറൈറ്റി ചെയ്തിട്ട് അത് ഔട്ടിങ് മുഴുവൻ ചിരിച്ചുകൊണ്ട്. യോഗയിലെ ബ്രീത്ത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാം. ഔട്ട് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ടാണ്. പിന്നെ യോഗയിലെ മാതിരി കാലം അങ്ങോട്ട് മടക്കലും ഇങ്ങോട്ട് മടക്കലൊന്നും ഇല്ലാണ്ട് ചിരിച്ചുകൊണ്ട് ചെയ്യാൻ. നമുക്ക് എന്ത് ഇപ്പൊ ഇതിങ്ങനെ പിടിക്കുക. ഇത് യോഗ. ലാഫ്റ്റർ യോഗ വരുമ്പോ ഈ കൈ ഇങ്ങനെ പിടിക്കുക, ശ്വാസം എടുക്കുക, റിസ്റ്റ് ഇങ്ങനെ മറിയ. ഇത് യോഗ. ലാഫ്റ്റർ യോഗ വരുമ്പോ ഇനി അതേമാതിരി കൈ ഇങ്ങനെ പിടിക്കുക, റിസ്റ്റ് ഇങ്ങനെ മറിയ. ഇത് യോഗ. ലാഫ്റ്റർ യോഗ വരുമ്പോ ഓക്കെ ലൈറ്റിലും ചിരി കൊടുക്കുക. ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിക്കുക. ഇത് ബെല്ലി ലാഫ് എന്ന് പറയും. ഓരോ ലാഫിനും പേരുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ലാഫാക്കാം. മൊബൈൽ ഫോൺ ലാഫ്, ക്രെഡിറ്റ് കാർഡ് ലാഫ്, സെൽഫി ലാഫ്, അപ്രീഷിയേറ്റ് ലാഫ്, തംസ് അപ്പ് ലാഫ്. പിന്നെ ഓരോ പിന്നെ ഓരോ അഫർമേഷനും ലാസ്റ്റ് നമ്മൾ കേട്ടാറുണ്ട്. I am amazing, you are amazing, all are amazing പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക. I am blessed, you are blessed, all are blessed. ചിരി ജീവിതത്തിന്റെ ആയുസ് കൂട്ടുമെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ലാഫ്റ്റർ ബെസ്റ്റ് മെഡിസിൻ ആണ്. ചിരിക്കുക എന്നത് പുണ്യാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നത് മഹാപുണ്യാണ്. ജീവിതത്തിൽ ചിരിക്കാൻ മറന്നു പോയിട്ടുണ്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിരിക്കാൻ വിട്ടു, ഈ ഒരു ജോലി ഭാരവും അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കൊണ്ട് ചിരിയെ മാറ്റി നിർത്തുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ജീവിതത്തിൽ അല്ലേ നമ്മുടെ ആ ഒരു ദിനം എത്രത്തോളം സന്തോഷകരമാക്കി ചിരിച്ച് ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ചിരിക്കാൻ വിട്ടുപോയിട്ടുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഇനിയെങ്കിലും മനസ്സറിഞ്ഞ് ചിരിച്ചോളൂ. ചിരി ജീവിതത്തിന്റെ ആയുസ് കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ക്യാമറാമാൻ ബിനു ജോർജിനൊപ്പം അശ്വനി ആർദാസ്, ചാനൽ 91.